അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഡെക്കറേഷൻ എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. ഗ്രീൻ ബലൂണൊക്കെ വെച്ച് ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് കിടക്കാട്ടോ. മോനെ അവിടെ കിടക്കുകയാണ്. അവൻ നല്ല വാശിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് എടുത്തിട്ട് അവനവിടെ കിടത്തി. എന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ് കിടന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വിട്ടു കേട്ടോ. തോമസൻ കസേലിക്കാണ് നമ്മൾ പോയത്, തൃശ്ശൂർ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അടിപൊളി വൈബായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ കയറി കേട്ടോ. നമ്മൾ ആദ്യം പുറത്തിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒക്കെ സീറ്റ് ഫുള്ളായിരുന്നു, ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ തന്നെ കയറിയിട്ട് കഴിച്ചു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് അമേരിക്കൻ റോസ്റ്റ് ചിക്കനും പിന്നെ കസ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. രണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് ടേസ്റ്റ് ചെയ്യണത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഷവർമയും പിന്നെ ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അൽഫാമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ ഈ ഒരു കസ ദം ബിരിയാണിയും പിന്നെ ഈ അമേരിക്കൻ റോസ്റ്റ് ചിക്കനും ആദ്യമായിട്ടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യണത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന ശേഷം ഞാനാണ് കേട്ടോ ആദ്യം ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ ഇവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോനെ നോക്കേണ്ടത് ഡ്യൂട്ടി എനിക്കായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചൂട്ടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ, മയോണൈസും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ കുറച്ച് ദം ബിരിയാണി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അതും സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കഴിച്ചതിന് ശേഷം മോനെ നോക്കിയിട്ട് പിന്നെ ഇവരോട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ മോനെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അവനവിടെ എ സി ആയതുകൊണ്ട് തന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവനെ എ സി തീരെ പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ പുറത്ത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു എ സി അവന് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ അനിയത്തി കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അവളോടൊന്ന് ടേസ്റ്റ് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നെ ഏട്ടന് അങ്ങനെ കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അവനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കലും പിന്നെ കഴിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത് കഴിച്ചു, പിന്നെ ഉണ്ണീനെ നോക്കിയിട്ട് പിന്നെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇവർ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല, പിള്ളേരല്ലേ. പിള്ളേരെ നോക്കണ എല്ലാ അമ്മമാർക്കും മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അനിയത്തിയും ഏട്ടനൊക്കെ ഇങ്ങനെ പോസ് ചെയ്യുന്നുണ്ട്, കൊതിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയോണ്ട് കുഴപ്പമില്ല. ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അപ്പോൾ ചിക്കൻ കാലൊക്കെ ഏട്ടനെ കടിച്ച് പറിക്കുന്നുണ്ട് വീഡിയോ എടുക്കണ കണ്ടിട്ട് തന്നെ. പിന്നെ ഞാൻ മോനെ ഇങ്ങനെ കീയൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ കഴിക്കുന്നത് എടുത്തില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഒരു മൊജിറ്റവും കൂടെ കുടിച്ചിട്ട് ഏട്ടൻ ബില്ല് ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ബൈ.